നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി തയ്യാറാക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണ് ഞാൻ തയ്യാറാക്കി വെച്ചേക്കുന്നത്. അതിന് സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഇടാൻ പോവാണ്. എണ്ണയിലേക്ക് ഇടുന്നു. ഇനി അത് വരണ്ട് വരണം. ഞാൻ ഇറച്ചിയെല്ലാം ഉണ്ടാക്കാറുള്ളത് അടുപ്പിലാണ്. ആ കനലിൽ കിടന്ന് നല്ല ചൂടടിച്ച് വരണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇടിയിറച്ചി ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് വരണ്ട് വരണം. അത് ശരിക്കും ഇങ്ങനെ വരണ്ട് വരുമ്പോൾ നമ്മൾ ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കും. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വരണ്ടതിൻ്റെ കൂടെ ഇച്ചിരി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടു. കളറൊക്കെ കിട്ടുമല്ലോ, രുചിയും കിട്ടും. അത്യാവശ്യം വരണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ മസാലകളും ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടം പോലെ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ശകലം. ഉപ്പുണ്ട് ഇറച്ചിക്ക്, ഇടിയിറച്ചിക്ക് ഉപ്പുണ്ട്. പക്ഷേ ഒരു ഇച്ചിരി ഉള്ളിക്ക് കൂടാൻ പാകത്തിന് ഒരു ശകലം ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ വരട്ടി അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മൂക്കണം. മൂത്ത് കഴിയുമ്പോഴാണ് പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ ഇടിയിറച്ചി അതിലേക്ക് ഇടും. നമ്മളിതിലേക്ക് ഇടിയിറച്ചി ഇടാൻ പോവാണ്. നന്നായിട്ട് ഇളക്കി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇനി അതിങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഉണങ്ങി വരണ്ട് വരണം. ഈ കനലാവുമ്പോൾ, അടുപ്പത്തെ തീ ആവുമ്പോൾ ശരിക്കും അവിടെ കിടന്ന് ആ കനലേ കിടന്ന് പതുക്കെ വരണ്ടോളും. നന്നായിട്ട് ഉണങ്ങി കിട്ടും. ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടി നല്ല. സവാളയായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇച്ചിരി സവാളയാണ് ചേർത്തത്. ഇപ്പം ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരവും കൂടി ഇങ്ങനെ അടുപ്പയിൽ ഇരുന്നൊന്ന് ചൂടായി ഇങ്ങനെ ഉണങ്ങി ആയി കഴിയുമ്പോൾ നമ്മൾ വേറെ ബൗളിലേക്ക് ആക്കിയിട്ട് സെർവ് ചെയ്യാം. പാകത്തിനൊക്കെ ആയി ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.